ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലാൻഡിലെ നഴ്സിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ വർക്ക് നമ്മളോട് വന്ന് പറയുകയാണ്, ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് എവിടെയെങ്കിലും ഒരു ബോഡി പാർട്ടിൽ ഒരു ബ്രൂയിസ് അവർ നോട്ടീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഏജ് കെയർ സെറ്റിങ്ങിൽ ഒരു എൽഡർലി ക്ലയൻറ്റിന് കാർഡിയാക് അറസ്റ്റ് വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഫസ്റ്റ് നിങ്ങൾ ഓടിച്ചെന്ന് CPR കൊടുക്കുക എന്നതല്ല ഇവിടുത്തെ ആൻസർ വരിക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നോട് ചോദിച്ച ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് കണ്ടാൽ മതിയല്ലോ എന്ന് കരുതി നിങ്ങൾ ലാസ്റ്റ് പാർട്ട് മാത്രം കാണാനായിട്ട് നിൽക്കരുത്. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതിനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യന് ഞാൻ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറും എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡ്, അതുപോലെ തന്നെ ഒഫ്താൽമോളജി, ഡേ സർജറി, പിന്നെ കോവിഡ് PCR വാക്സിനേഷൻ, ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്, അങ്ങനെ ഡേ സർജറി, അങ്ങനെ കുറച്ച് ഏരിയാസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസിനനുസരിച്ചുള്ള എക്സാമ്പിളാണ് ഞാൻ ഓരോ ഇൻ്റർവ്യൂ ക്വസ്റ്റിനും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നിങ്ങളിപ്പം ഒരു സിനാരിയോ ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കലും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും അത് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ വേണം ഒരു ഇൻ്റർവ്യൂവിന് മുന്നേ അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് നേഴ്സിംഗ് ന്യൂസിലാൻഡിൽ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായും വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഒരു നോട്ട്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ലോങ് പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയത് ഞാനിവിടെ വന്നു കഴിഞ്ഞ് കുറേ ലേറ്റ് ആയിട്ടാണ്. ഞാനിവിടെ വന്നത് ഒക്ടോബർ മിഡിലോടുകൂടിയാണ്. എനിക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നത് ജനുവരി മിഡിലാണ്. അപ്പോൾ ഒരു 2 മന്ത്സോളം ഞാൻ നന്നായിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കിട്ടിയത്. അപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് മൂലം നമുക്കതിൽ സെലക്ഷൻ കിട്ടാതെ പോകരുത് എന്ന് കരുതി നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഒരുപക്ഷെ ചിലപ്പോൾ നമുക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ പ്രതീക്ഷിച്ച ജോലി നമുക്ക് കിട്ടിയെന്നും വരില്ല എന്ന് കരുതി നമ്മൾ നിരാശരാവേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. പക്ഷെ മാക്സിമം നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഫ്ലുവൻ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ചെയ്തത്. അതുപോലെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടി, ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഹാഫ് പാർട്ടല്ലേ കാണുള്ളൂ. എന്ന് വെച്ച് ഹാഫ് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ബാക്കി നമ്മൾ നൈറ്റി നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് അങ്ങനെ ഇടാതിരിക്കുക. നമ്മൾ ഫുള്ള് എങ്ങനെയാണോ നമ്മളൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടി ഇരിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേയും കൂടി അടിച്ചിരിക്കാം, നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊരു ഇൻ്റർവ്യൂവറുടെ മുന്നിലാണ് ഇരിക്കുന്നത്, ആ ഒരു ബോധ്യം വരാനായിട്ട് ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. മേക്കപ്പ് ആണെങ്കിലും മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുക. ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ഇടാതിരിക്കുക. മിനിമലായിട്ട് പ്ലസൻ്റായിട്ട് നല്ല രീതിയിൽ ഇരിക്കുക. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ജീൻസ് പോലുള്ള ഡ്രസ്സ് ഇൻ്റർവ്യൂവിന് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഒരു ഫോർമൽ ലുക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്പിൻ്റെ യൂണിഫോം ഇടാനല്ല ഞാൻ പറയുന്നത്. മിക്കയിടത്തും എനിക്ക് തോന്നുന്നു ക്യാപ്പ് യൂണിഫോമിൽ പാൻറ്റ് ബ്ലാക്ക് ആയിരിക്കും. എനിക്ക് ബ്ലൂ ടോപ്പും ബ്ലാക്ക് പാൻറ്റും ആയിരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് പാൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനായിട്ട് യൂസ് ചെയ്യാം. ടോപ്പല്ല ഞാൻ പറയുന്നത്, പാൻറ്റ് മാത്രം. ടോപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഷർട്ട്, ലൈറ്റ് കളറായിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അതുപോലെ എന്തെങ്കിലും ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി
യൂസ് ചെയ്യാവുന്നതാണ്. എന്ന് കരുതി നിങ്ങളിപ്പോൾ ജീൻസ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടില്ല എന്നല്ല പറയുന്നത്. എങ്കിലും ജസ്റ്റ് ഒരു ഫോർമൽ ലുക്ക് വരാനായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി അത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് അവർക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത്. എന്ന് കരുതി ജീൻസും അതുപോലെയുള്ള ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ടാൽ പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം ഒന്ന് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, ന്യൂസിലാൻഡിൽ കൂടുതലും നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിനാരിയോ ബേസ്ഡ് ആണ്. അപ്പം നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതെപ്പോഴും സ്റ്റാർ മെത്തേഡിലായിരിക്കണം പറയേണ്ടത്. സ്റ്റാർ മെത്തേഡ് എന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. ടി എന്ന് വെച്ചാൽ ടാസ്ക്, എന്തൊക്കെയായിരുന്നു നമ്മളുടെ ഒരു അപ്പോൾ ചെയ്യേണ്ടിയിരുന്നതായിട്ടുള്ള ടാസ്കുകൾ. എ ഫോർ ആക്ഷൻ, നമ്മൾ എന്തൊക്കെ ആക്ഷനാണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തത്. ആർ എന്ന് വെച്ചാൽ റിസൾട്ട്, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സിനാരിയോയിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇൻക്ലൂഡ് ആയിട്ട് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കെയർ ഹോം ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ അവർ ഫസ്റ്റ് ഒരു ഡേറ്റ് പറയും. ഇന്ന ഡേറ്റിലായിരിക്കും, ഓൺലൈനാണോ ഡയറക്റ്റ് ആണോ നിങ്ങളോട് അവർ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ വെബ്സൈറ്റിൽ കയറി ആ കെയർ ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ പറ്റി കുറച്ചൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ വിഷൻ, മിഷൻ, വാല്യൂസ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്ത്, വാല്യൂസൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അത് ഒരുപാട് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല, കൂടിപ്പോയ ഒരു 5, 6, 7 വാല്യൂസ് മാക്സിമം പോയാൽ. ചിലയിടത്തൊക്കെ 3 വാല്യൂസൊക്കെ കാണുള്ളൂ. അപ്പം അത് എത്രയാണോ ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തെങ്കിലും ഒന്ന് വെക്കുക. കാരണം ഇത് മിക്കവാറും ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയെ പറ്റി എന്തറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് അറിയാവോ, മിഷൻ എന്തൊക്കെയാണെന്ന് അറിയാവോ. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതിലും നല്ലത് അപ്പോൾ നമ്മൾ അവരെ പറ്റി, ആ കമ്പനിയെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിഷൻ, മിഷൻ, വാല്യൂസ് നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നത് അതിനു മുമ്പ് ഈ കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് 6 C's ഇൻ നേഴ്സിംഗ് കെയർ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം 6 C's ഓഫ് നേഴ്സിംഗ് കെയർ എന്താണ് എന്ന് ആരും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷേ നമ്മൾ ഓരോ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ നമുക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ട് എന്ന് നമ്മളതിൽ ഇൻക്ലൂഡ് ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 6 C's എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കെയർ, നെക്സ്റ്റ് വൺ കമ്പാഷൻ, കോമ്പിറ്റൻസ്, കമ്മ്യൂണിക്കേഷൻ, കറേജ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് 6 C's എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻട്രഡക്ഷൻ പറയുമ്പോൾ അതിനകത്ത് ഇതിലൊന്ന് രണ്ടെണ്ണം ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ക്വാളിറ്റീസിനെ പറ്റി അല്ലെങ്കിൽ സ്കിൽസിനെ പറ്റി ചോദിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഈ 6 C's എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ആൻസറിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളതായിരിക്കും. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ടെൽ അബൌട്ട് യുവർ സെൽഫ് എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതിന് പല രീതിയിൽ ആൻസേഴ്സ് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ എക്സ്പീരിയൻസ് എവിടെയാണ്, നമ്മളെവിടെയാണ് ക്യാപ്പ് ചെയ്തത്, പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ സ്കിൽസും കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഫസ്റ്റ് നമുക്ക് അവരെ വിഷ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് എവരി വൺ. അതായത് ഇപ്പോൾ ഒരു പാനൽ ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പാനൽ ഇൻ്റർവ്യൂ ആണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് എവരി വൺ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരാളെ ഉള്ളെങ്കിൽ ഗുഡ് മോർണിംഗ്, ആ രീതിയിൽ നമുക്ക് തുടങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് നമ്മളൊരു താങ്ക് യു പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിഷ് ചെയ്തു, പിന്നെ നമ്മൾ പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻ്റർവ്യൂഡ് ഫോർ ദിസ് റോൾ. അപ്പോൾ എന്നെ ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് നിങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ്, നിങ്ങളുടെ ഫുൾ നെയിം എന്താണോ അത് പറയുക. എന്നിട്ട് നിങ്ങളുടെ ക്യാബ് കോഴ്സിനെ പറ്റി പറയുക. ഐ കംപ്ലീറ്റഡ് മൈ ക്യാബ് കോഴ്സ്. ഏത് കോളേജിൽ നിന്നാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്, അതിൻ്റെ ആ ഒരു കാര്യത്തെപ്പറ്റി പറയുക. ഇന്ന ഡേറ്റിനാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പ്രസൻ്റ്ലി നമുക്കിപ്പോൾ എന്താണുള്ളത്, ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ APC ഉണ്ടെങ്കിൽ അത് പറയുക. അല്ല നിങ്ങളിപ്പോൾ APCക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്
ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുക. മോർ ദാൻ 9 ഇയേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ 10 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 10 ഇയേഴ്സ് 5 മന്ത്സ് എക്സ്പീരിയൻസ് ഉണ്ട്. 10.5 എന്ന് പറയാതിരിക്കുക, അല്ലെങ്കിൽ മോർ ദാൻ 10 ഇയേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ 10 ഇയേഴ്സ് ആൻഡ് 5 മന്ത്സ്, ആ രീതിയിൽ ആൻസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ പറയേണ്ടത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തതെന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്നതിനെ പറ്റി ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം വർക്ക് ചെയ്തവരാണെങ്കിൽ അത് പറയാം. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് കുറച്ചേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒരു കണക്കിന് എനിക്കത് നന്നായി എന്ന് തോന്നി. കാരണം പല പല സ്ഥലത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യും, നമുക്ക് ആപ്ലിക്കേഷൻ ജോബിന് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കാൻ ഇതുമൂലം സാധിക്കും. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് വർക്ക് ചെയ്തെങ്കിൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള കോളുകൾ വന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ കൂടെ നമുക്ക് പറയാം, നിങ്ങളിപ്പോൾ ഒരു ഗൾഫ് കൺട്രീസിൽ GCC കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയാം. ഞാൻ ഇവിടെയും അതുപോലെ ഇന്ത്യയിലും അതുപോലെ ഇന്ന കൺട്രിയിലും കൂടെ വർക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്നതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. ആ രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ നമുക്ക് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ അത് കഴിഞ്ഞ് നമുക്ക് പറയാം, ഐ ക്യാൻ പ്രൊവൈഡ് കോമ്പിറ്റൻറ്റ് ആൻഡ് കമ്പാഷനേറ്റ് care to the patient. I believe that critical thinking and decision making are key components of nursing skills. In my opinion, prioritizing things and having clear communication with the patient and family are vital aspect of nursing care. അതുപോലെ നമുക്ക് നമ്മുടെ സ്കിൽസും ക്വാളിറ്റീസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഐ എം എ ക്വിക്ക് ലേണർ ആൻഡ് അഡാപ്റ്റബിൾ ടു എനി സിറ്റുവേഷൻ. ഐ എം ഗുഡ് അറ്റ് കമ്പ്യൂട്ടർ സ്കിൽസ്. റിഗാർഡിങ് മൈ ഫാമിലി എന്ന് പറഞ്ഞു വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റി 1-2 സെൻറ്റൻസ് പറയാം. ഒരുപാട് ഡീറ്റെയിൽഡ് അല്ലാതെ നമുക്ക് ഹസ്ബൻഡും എത്ര കിഡ്സ് ഉണ്ട് ആ രീതിയിൽ ജസ്റ്റ് നമുക്കൊരു ബ്രീഫായിട്ട് നമ്മുടെ ഫാമിലിയെ പറ്റി പറയാം. അത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂവിന് ഫാമിലിയെ പറ്റി ജസ്റ്റ് ഒരു 2 സെൻറ്റൻസ് പറഞ്ഞായിരുന്നു. വേറെ എനിക്കൊരു കെയർ ഹോം ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ ഈ ഫാമിലിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അവർ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഫാമിലിയെ പറ്റി എത്ര കിഡ്സ് ഉണ്ട്, എത്ര വയസ്സുണ്ട് കുട്ടിക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാനിത് പറയാൻ കാരണം ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. അപ്പോൾ നമുക്ക് ഫാമിലിയെ പറ്റി പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അത് പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് സെക്കൻഡ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ആ ഇൻ്റർവ്യൂവിന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഏത് ഷിഫ്റ്റും ചെയ്യാം, എന്ത് ഡ്യൂട്ടിയും ചെയ്യാം, വില്ലിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയാലും നിങ്ങൾ പിന്നെ കൊച്ചിന് സിക്കാണ് അതാണെന്നൊക്കെ പറഞ്ഞ് പല ഡ്യൂട്ടിയും നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുക്കാൻ മടി കാണിക്കും എന്നൊരു കാര്യം അവർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കതൊന്നും കുഴപ്പമില്ല, ഏത് ഷിഫ്റ്റ് ആണെങ്കിലും നമുക്കൊരു ജോലി കിട്ടിയാൽ മതി എന്ന രീതിയിൽ നമ്മൾ എവിടെയാണ് വില്ലിങ് ആണ് എന്നാണ് പറഞ്ഞെങ്കിൽ കൂടിയും അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഫാമിലിയെ പറ്റി പറയണം എന്നില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞു, രണ്ട് ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് എനിക്കത് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്തെടുത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആ രീതിയിലാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് റോൾ എന്നാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ റോളിന് താല്പര്യം കാണിച്ചു എന്ന്. അത് നമുക്കൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണോ ഏജ് കെയർ ആണോ അതനുസരിച്ച് നമുക്ക് അതിനുള്ള ആൻസർ കൊടുക്കാം. നിങ്ങളൊരു ഏജ് കെയറിലാണെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച ആൻസർ എന്ന് വെച്ചാൽ ഐ ആം എ പേഴ്സൺ ഹു ഓൾവേസ് ലുക്ക് ഫോർ കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. ഈവൻ ദോ ഐ ഡോണ്ട് ഹാവ് മച്ച് എക്സ്പോഷർ ഇൻ എൽഡർലി കെയർ സെറ്റിംഗ് അതർ ദാൻ മൈ ക്യാപ് പ്ലേസ്മെൻറ്റ്, ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ഫ്രം മൈ പ്രീവിയസ് experience while working as a COVID frontline worker, I got the opportunity to do some home visit and administer COVID vaccinations to some elderly clients. So I know how to handle the elderly, how to communicate with them,
and how to approach them in a compassionate way to deliver high quality care. അപ്പം ഇത് ഞാനൊരു കോവിഡ് PCR വാക്സിനേഷൻ എക്സ്പീരിയൻസ് വെച്ച് എഴുതിയ ഒരു സിനാരിയാണ്, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ ക്യാപ് കോഴ്സിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. ഞാനത് ക്യാപ് കോഴ്സിൽ നിന്ന് കൂടുതൽ എക്സാമ്പിൾ എഴുതാതിരുന്ന കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഷോർട്ട് പീരീഡിൻ്റെ ക്യാപ് കോഴ്സായിരുന്നു, 2 വീക്ക് കൊഹോട്ട് ആയിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അധികം എക്സാമ്പിളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് 1 മന്ത് ക്യാപ്പ് ഉള്ളവർക്ക് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളുടെ ക്യാപ് പ്ലേസ്മെൻറ്റിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് പറയാതെ തന്നെ ക്യാപ്പിന് നമ്മൾ ചെയ്ത ഓരോ കാര്യം പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണോ അത് ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് സെയിം ക്വസ്റ്റ്യൻ നിങ്ങളൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്, ഹോസ്പിറ്റലിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഒരു കുറച്ച് വ്യത്യാസപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കൊടുക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. വെൻ ഐ വാസ് സെർച്ചിങ് മോർ അബൌട്ട് യുവർ ഹോസ്പിറ്റൽ, ഐ കെയിം അക്രോസ് യുവർ ഓർഗനൈസേഷണൽ വാല്യൂസ് ആൻഡ് ദ ഹൈലി മാച്ചസ് മൈ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി അതായത് അവരുടെ ഓർഗനൈസേഷൻ വാല്യൂസ് ഒരു 5-6 വാല്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഈച്ച് ഓർഗനൈസേഷൻ കുറച്ച് വാല്യൂസ് ഉണ്ടാകും. അതിലേതൊരു ഒരു വാല്യൂസ് നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു വാല്യൂസിനെ എടുക്കുക, എന്നിട്ട് വിച്ച് അട്രാക്റ്റഡ് മീ ടു അപ്ലൈ ഫോർ ദിസ് ജോബ് ഹിയർ, ആ രീതിയിൽ പറയാം. ഐ എം കോൺഫിഡൻറ്റ് ഇൻ സേയിങ് ദാറ്റ് ഐ വിൽ ബ്രിങ് വാല്യൂ ടു യുവർ ഓർഗനൈസേഷൻ. ഓൾസോ ഐ എം എ പേഴ്സൺ who always follows organizational policies. I can say that I am a good achiever. I received an appreciation certificate from my previous organization for my dedicated work. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് പറയുക. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു അത് ജെന്യുവൻ ആയിരിക്കണം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചെന്ന് വെച്ചാൽ നമുക്ക് അത് എടുത്ത് കാണിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രം അത് പറയുക. അല്ലെങ്കിൽ ഏതാണോ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ഇംപ്രസീവായിട്ട് തോന്നിയത് അതിനെപ്പറ്റി കണക്റ്റഡ് ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഉണ്ടാക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ഹയർ യു ഓർ വാട്ട് കോൺട്രിബ്യൂഷൻസ് യു ക്യാൻ ഗീവ് ടു അവർ ഓർഗനൈസേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്യേണ്ടത്? അപ്പം ഇത്രയും ആപ്ലിക്കേഷനിൽ നിന്ന് എന്തുകൊണ്ട് നമ്മളെ അവർ സെലക്ട് ചെയ്യണം? അപ്പം നമ്മുടെ സ്കിൽസും ക്വാളിഫിക്കേഷനും ഇവരുടെ ഓർഗനൈസേഷൻ വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും നമുക്കുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളവിടെ ആൻസർ കൊടുക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, I will provide this organization with all the practical expertise I have gained over the past few years of experience to provide competent, compassionate, and high quality care to the patients. I will also make sure my career progress and that I keep up with the latest developments in nursing care to provide the ബെസ്റ്റ് പോസിബിൾ സർവീസ് ടു യുവർ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കരിയർ, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് നഴ്സിംഗ് മേഖലയിലുള്ള, അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കെയർ നമ്മുടെ പേഷ്യൻറ്റിന്, ക്ലയൻറ്റിന് ഡെലിവറി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള സ്കിൽസും കാര്യങ്ങളും ഞാനിവിടെ യൂസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ വീക്ക്നെസ്. അപ്പോൾ ആ രീതിയിൽ ചോദിക്കാം, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു മുൻപ്, ഇപ്പോൾ ഞാൻ അതിനുള്ള എന്താണ് അതിൻ്റെ എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു എന്ന രീതിയിൽ വേണം അത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ പോസിറ്റീവായ ഒരു എൻഡിങ്ങിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളൊരു നെഗറ്റീവ് ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിനെ പറ്റി പറയാം. ഇപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലിസണിങ് സ്കില്ലാണ്. അപ്പോൾ നഴ്സസിന് ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അല്ലെങ്കിൽ നമുക്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താണ് ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അഡാപ്റ്റബിൾ, എന്ത് വേണേലും പറയാം. അപ്പോൾ ഞാൻ ലിസണിങ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, ഐ ബിലീവ് ദാറ്റ് ഐ എം ആൻ ആക്റ്റീവ് ലിസണർ. ഞാനൊരു ആക്റ്റീവ് ലിസണർ ആണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എ നഴ്സ് ഷുഡ് പൊസസ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ക്വാളിറ്റി ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സിന് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഫോർ ഇൻസ്റ്റൻസ്, വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ എ സർജിക്കൽ സെറ്റിംഗ്, ഐ കെയിം അക്രോസ് എ പേഷ്യൻറ്റ് ഹു ഹാഡ് എ പോസ്റ്റ് ആംപുട്ടേഷൻ ഓഫ് ഹിസ് റൈറ്റ് ലെഗ് ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ്, and he was not cooperating with
എനി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു സർജിക്കൽ സെറ്റിങ്ങിലുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പേഷ്യൻറ്റിന് ഒരു പോസ്റ്റ് ആംപുറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിനൊന്നും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അപ്പോൾ എല്ലാ മെഡിസിനും പുള്ളി റിഫ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റാഫിനോടും കുറച്ച് റൂഡായിട്ടാണ് ടോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പേഷ്യൻ്റെ അടുത്ത് ചെന്ന് അവരോട് കൂടുതൽ ടോക്ക് ചെയ്തു. ആദ്യമൊന്നും അവർ സംസാരിക്കുന്നില്ലെങ്കിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അവരവരുടെ ഇമോഷൻസ് എന്നോട് വെൻറ്റിലേറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ആംപുറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് മൂലമാണ് ഉണ്ടായത്. ആ ആക്സിഡൻറ്റിൽ പുള്ളിയുടെ വൈഫ് പാസ്ഡ് അവേ, വൈഫ് മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ഗ്രീഫും ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഇപ്പം ഈ പുള്ളി ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി അവർക്കുള്ള സപ്പോർട്ട് കൊടുത്തു. ആ സപ്പോർട്ട് കൊടുത്തു. അതുപോലെ എങ്ങനെ ഡിഫറെൻറ്റ് ഡൈവേഷണൽ ടെക്നിക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. അപ്പം സ്പിരിച്വലായിട്ടുള്ള ആളാണെന്ന് ഞാൻ അവരോട് സംസാരിച്ച് മനസ്സിലാക്കി. അപ്പോൾ കുറച്ച് ഡിവോഷണൽ സോങ്സ് കേൾക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ കുറച്ച് യോഗ, മെഡിറ്റേഷൻ ആ രീതിയിൽ ട്രൈ ചെയ്യാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ എൻ്റെ നേഴ്സ് ഇൻചാർജ് എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് ഡേ ഈ പേഷ്യൻ്റ് നിൻ്റെ പേര് ഈ പേഷ്യൻ്റ് ടേക്ക് കെയർ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തു എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റാണ് ഇവിടെ, ആ ഒരു ലിസണിങ് സ്കില്ലിലൂടെ നമ്മൾ കൊണ്ടുവന്നൊരു കാര്യമാണ് ഇവിടെ ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റാർ മെത്തേഡ്. മുമ്പ് പറഞ്ഞിരുന്നു സ്റ്റാർ മെത്തേഡ് എന്താണെന്ന്. അത് നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് അതിൽ വരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതാണ് പോസിറ്റീവ്. ഇനി നെഗറ്റീവ്, വാട്ട് ഈസ് യുവർ വീക്ക്നെസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ്, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുക എന്നത് എൻ്റെ ഇനീഷ്യൽ പീരീഡിൽ, ട്രെയിനിങ് പീരീഡിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഞാൻ എൻ്റെ ഒരു സീനിയർ നേഴ്സിനെ ഒബ്സർവ് ചെയ്ത് ഞാനത് മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ് ഡൂയിങ് മൾട്ടി ടാസ്കിങ്, ആ രീതിയിലാണ്. അപ്പോൾ അതിനൊരു അപ്പോൾ അതെങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ഹാഡ് ട്രബിൾ മൾട്ടി ടാസ്കിങ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ ഡേയ്സ് ഓഫ് മൈ നഴ്സിംഗ് പീരിയഡ്. I was always taking extra time to complete my task. Then I observed one of my senior colleagues completing the task quickly and I asked her how to do it. She taught me how to prioritize the things like urgent, semi-urgent and least urgent, to write down the important points in a pocket diary and to tick them off once they are complete. Gradually, I learned how to do it, how to multitask and how to save time. After that, I was able to complete the task ahead of time and get time to help other staff who were busy. അപ്പോൾ ഞാൻ ഈ രീതിയിൽ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, മൾട്ടി ടാസ്ക് ചെയ്യേണ്ടത് എന്നത് അവരുടെ നിന്ന് പഠിച്ചു. നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് എഴുതി വെച്ച് അത് ഫിനിഷ് ആകുമ്പോൾ ടിക്ക് ചെയ്ത് അങ്ങനെ ഞാനത് പഠിച്ചു. അത് കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഫിനിഷ് ആകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഷിഫ്റ്റ് ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടൈം കണ്ടെത്തുന്നു. ആ രീതിയിൽ നമുക്ക് നമ്മുടെ നെഗറ്റീവ് കാര്യത്തെ പോസിറ്റീവാക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയത്തില്ലാത്തൊരു ടാസ്ക് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് യു ഡു ഇഫ് യുവർ മാനേജർ ആസ്ക് യു ടു ഡു എ ടാസ്ക് യു ഹാവ് നെവർ ഡൺ ഇറ്റ് ബിഫോർ? അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്ത ടാസ്ക് കൊണ്ട് ഞാൻ ചെയ്യുകയില്ല എന്നല്ല അതിൻ്റെ ആൻസർ. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യും, നമുക്കറിയത്തില്ല എങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഐ വിൽ ഡു ദ ടാസ്ക് എന്ന് തന്നെയാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. ഇഫ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക് ഐ വിൽ ചെക്ക് ഫോർ എനി എക്സ്പീരിയൻസ് സ്റ്റാഫ് അവൈലബിൾ ഇൻ ദാറ്റ് യൂണിറ്റ്. അപ്പോൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ് അവൈലബിൾ ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കും ഇങ്ങനെയാണ് ഈ പർട്ടിക്കുലർ പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളത്. ഇനി ആരും അവൈലബിൾ അല്ല എങ്കിൽ ഐ വിൽ ഗോ ത്രൂ ദ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ കെയർ ഹോം ആണെങ്കിൽ ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നമുക്ക് പറയാം. ടു ഫൈൻഡ് ഔട്ട് ഹൗ ടു ക്യാരി ഔട്ട് ദിസ് പർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആൻസറാണ് നമ്മളോട് കൊടുക്കേണ്ടത്. ഒരിക്കലും എനിക്കിത് അറിയത്തില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല എന്നല്ല. ഓഫ് കോഴ്സ് ഞാനത് ചെയ്യും. ഈ രീതിയിൽ ഒന്നുകിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ സെർച്ച് ചെയ്ത് നമ്മളത് കണ്ടുപിടിച്ച് ചെയ്തിരിക്കും എന്ന രീതിയിലാണ് ആൻസർ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 5 years?
അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നിങ്ങളിപ്പോൾ ഒരു കെയർ ഹോമിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ 5 ഇയർ ആകുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് മാറി ഹോസ്പിറ്റലിലെത്തും, അല്ലെങ്കിൽ ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് മാറി ഓസ്ട്രേലിയയിലെത്തും. ആ രീതിയിലൊന്നും ആൻസർ കൊടുക്കാതിരിക്കുക. നിങ്ങളതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ കൂടെ ഇവിടെ കൊടുക്കാതിരിക്കുക. നമ്മൾ പറയേണ്ടത് നെക്സ്റ്റ് 5 ഇയറിൽ ഞാൻ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ, നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാകും വർക്കിംഗ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സീനിയർ പൊസിഷനിലായിരിക്കും. അതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്യും. ഇപ്പോൾ ഒരു ഏജ് കെയർ സെറ്റിങ്സിലാണ് നമുക്ക് പറയാം, ഒരു ജെറിയാട്രിക് നഴ്സിംഗിൽ എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യും. നെക്സ്റ്റ് 5 ഇയേഴ്സിൽ എൻ്റെ ഒരു ഗോൾ അതാണ്. ആ രീതിയിൽ നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ യു അപ്ലൈഡ് എ ജോബ് ഹിയർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ജോബിന് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ആൻസർ, വൈൽ സെർച്ചിങ് for a job through the job sites, I came across your company, and when I researched more, I found that this is one of the fastest growing aged care facilities in New Zealand, which provides excellent patient care and a good working environment for the staff. So I wanted to become a part of it. അപ്പോൾ ജസ്റ്റ് ജനറൽ ആയിട്ട് ഏത് ഏജ് കെയറിനും നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ആൻസറാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ഏജ് കെയറിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അവരുടെ ഓർഗനൈസേഷനെ പറ്റി അവരുടെ വെബ്സൈറ്റിലൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ചില ഏജ് കെയറിൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ ചിലപ്പോൾ ആണെങ്കിൽ അവർ ഒരു ട്രസ്റ്റ് ആയിരിക്കും, അപ്പോൾ അവർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വൈബ്രൻറ്റ് കെയർ. അപ്പോൾ അവരുടെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് പല വേർഡ്സ് കിട്ടും. അപ്പോൾ ആ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫെസിലിറ്റി ചൂസ് ചെയ്തു എന്ന ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ടീം വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പം ടീം വർക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാം, ഇൻ മൈ ഒപ്പീനിയൻ ദ മോസ്റ്റ് ക്രൂഷ്യൽ കമ്പോണൻറ്റ് ഓഫ് നഴ്സിംഗ് കെയർ ഈസ് ടീം വർക്ക്. അതായത് ടീം വർക്ക് ഇല്ലാതെ നഴ്സിംഗ് കെയറിൽ നമുക്കൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വി ക്യാൻ അക്കംപ്ലിഷ് എ ഷെയർഡ് ഒബ്ജക്റ്റീവ് മോർ ക്വിക്ക്ലി, save time and ensure patients' comfort if we split tasks evenly among numerous people. അതൊരു പർട്ടിക്കുലർ ടാസ്ക് അല്ല, കുറേ ടാസ്ക് ഒരാൾ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ സേവിങ് പ്രോസസ്സ്, പേഷ്യൻറ്റിനെ റിക്കവറിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു എമർജൻസി സിറ്റുവേഷൻ, പെട്ടെന്നൊരു പേഷ്യൻ്റ് കൊളാപ്സായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നു ആ പേഷ്യൻ്റെ അസൈൻഡ് സ്റ്റാഫ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പേഷ്യൻറ്റിനെ അസസ് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു, കോഡ് ആക്ടിവേറ്റ് ചെയ്തു, ഹെൽപ്പിന് വിളിച്ചു. അപ്പോൾ ഓരോ സ്റ്റാഫിനെ ഞാൻ ഓരോ ടാസ്ക് അസൈൻ ചെയ്തു. ഒരാൾക്ക്, അതായത് പേഷ്യൻ്റ് റെസ്പോൺസീവ് അല്ലായിരുന്നു, അപ്പോൾ പേഷ്യൻറ്റിന് CPR സ്റ്റാർട്ട് ചെയ്തു. ഒരാളോട് എയർവേ, ഒരാളോട് മെഡിക്കേഷൻ ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞു, മറ്റൊരാളോട് വെന്റിലേഷൻ്റെ കാര്യങ്ങളും, മറ്റൊരാളെ ഡോക്യുമെൻറ്റേഷൻ, അങ്ങനെ പലർക്കും പല കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് ഒരു ടീം വർക്കിലോടുകൂടി ആ പേഷ്യൻ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ യു ഹാൻഡിൽഡ്. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഉണ്ടായ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളതെങ്ങനെ മാനേജ് ചെയ്തു. അത് നമ്മൾ സ്റ്റാർ മെത്തേഡ് വെച്ച് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സർജിക്കൽ സെറ്റിങ്സിൽ പേഷ്യൻ്റ് ഒരു എൻഡോസ്കോപ്പിക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്തു. പേഷ്യൻറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴെല്ലാം പേഷ്യൻ്റ് ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് അവർ തിരിച്ച് വിളിച്ചു. പേഷ്യൻറ്റിനെ ചെന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇന്ന ടൈം മുതൽ NBO ഫിനിഷ് ആയി, അവർക്ക് ഓർലി സ്റ്റാർട്ട് ചെയ്യാം, വാട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവരോട് നമ്മൾ ഇൻഫോം ചെയ്തു. നമ്മൾ തിരിച്ച് നഴ്സ് സ്റ്റേഷൻ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. സിസ്റ്റം വഴിയാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തു, പാൻട്രിയിൽ വിളിച്ച് പറഞ്ഞു, എങ്കിലും കറക്റ്റ് സമയത്ത് ഫുഡ് വന്നില്ല. അപ്പോൾ പേഷ്യൻറ്റ് കുറച്ച് ഇറിറ്റൻ്റായി, കുറച്ച് അബ്യൂസീവായ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നഴ്സ് സ്റ്റേഷനിൽ വന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് ഞാൻ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പാൻട്രിയിൽ വിളിച്ച് അവരെ ഇൻഫോം ചെയ്തു. പക്ഷേ അവർ ഓൾറെഡി ഫുഡ് അയച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിവിടെ പേഷ്യൻറ്റിന് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ നഴ്സ് ഇൻചാർജിനോട് അത് എസ്കലേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എസ്കലേഷനാണ് യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ പാൻട്രി ഇൻചാർജുമായിട്ട് സംസാരിച്ച് ആ ഇഷ്യൂ പെട്ടെന്ന് സോൾവ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പറയുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുകൂടെ പറയുക.
പറയേണ്ടത് സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് എക്സാമ്പിൾ എല്ലാം പറയേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടായിരിക്കണം. അല്ലെങ്കിൽ ക്യാപ്പിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ക്യാപ് പ്ലേസ്മെൻറ്റിനിടയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് വേണ്ടി നിങ്ങൾക്ക് പറയാം. എപ്പോഴും അത് സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം പറയേണ്ടത്. ഈ എലമെൻറ്റ്സ് അതിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ടൈം മാനേജ്മെൻറ്റിലാണ്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കൊടുക്കാവുന്നത് വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ വൺ ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിൻ്റെ പേര്, പേഷ്യൻ്റെ പേര് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ രീതിയിൽ പറയാം. ഡ്യൂറിങ് മൈ ഇനീഷ്യൽ പീരീഡ് ടൈം മാനേജ്മെൻറ്റ് വാസ് എ greatest challenge for me, as I was not able to finish the work in time. Day by day I learned how to prioritize the task and how to multitask the things by observing one of my senior. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണിത്. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇത് നമുക്കൊരു വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഇനീഷ്യൽ ഡേയ്സിൽ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നമ്മളത് ഡേ ബൈ ഡേ ലേൺ ചെയ്തു എന്ന രീതിയിൽ നമുക്കൊരു ആൻസർ കൊടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ഇഫ് യു ഹാഡ് എ കോൺഫ്ലിക്റ്റ് വിത്ത് യുവർ ടീം മെമ്പർ. അപ്പോൾ ഇത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഒരു ടീം മെമ്പറിനോട് തോന്നിയാൽ എന്താകും, അല്ലെങ്കിൽ 2 ടീം മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും പബ്ലിക്കായിട്ട് ആർഗ്യൂ ചെയ്യാൻ പോയില്ല അവരോട്. പേഷ്യൻറ്റിൻ്റെ കെയറിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ആകാൻ പാടില്ല. അപ്പം നമുക്ക് വേറൊരാളോട് ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രൈവറ്റായിട്ട് വേറെ റൂമിലോട്ട് വിളിച്ച് അവരോട് ടോക്ക് ചെയ്യുക. എന്നിട്ടൊരു സൊല്യൂഷൻ എത്താനായിട്ട് ശ്രമിക്കുക. അവരുടെ ഭാഗം ലിസൺ ചെയ്യുക, നമ്മുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ടൊരു സൊല്യൂഷനിലോട്ട് എത്തുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈൻ മാനേജറെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇത് സെയിം തിങ് തന്നെയാണ്. 2 കൊളീഗ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും നമ്മൾ അവർ 2 പേരെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് റൂമിലോട്ട് വിളിക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് പേഷ്യൻ്റ് നമ്മൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പാടില്ല. സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് റൂമിൽ ചെന്ന് ഇവരെ 2 പേരെയും എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമ്മൾ ലിസൺ ചെയ്യുക. 2 പേരുടെ ഭാഗം കേട്ടതിന് ശേഷം ആരാണ് മിസ്റ്റേക്ക് ചെയ്ത് അവരോട് മറ്റേ ആളോട് അപ്പോളജൈസ് ചെയ്യാനായിട്ട് പറയുക. അതിനുശേഷം എന്താണ് സൊല്യൂഷൻ അത് നമ്മൾ അവർക്ക് കൊടുക്കുക. അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈൻ മാനേജറെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഹാൻഡിൽ ആൻ ആംഗ്രി ഓർ ഡിസാറ്റിസ്ഫൈഡ് പേഷ്യൻ്റ്. ഒരു ആംഗ്രി പേഷ്യൻറ്റിനെ ഒരു ഡിസാറ്റിസ്ഫൈഡ് പേഷ്യൻ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് പേഷ്യനെ അപ്രോച്ച് ചെയ്യുക, അതിനെ കാം ആൻഡ് ക്വയറ്റ് മാനറിൽ അപ്രോച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താണ് സിറ്റുവേഷൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു സിവിയർലി, അതായത് കുറച്ച് ഒരു വെപ്പൺ പിടിച്ചിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് സീൻ സേഫ്റ്റിയാണ്. സീൻ സേഫ്റ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ പേഷ്യനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു പെയിനായിട്ട് വന്നൊരു പേഷ്യൻ്റ്, ആ പെയിൻ മെഡിക്കേഷൻ കിട്ടാത്തതിലുള്ള ഒരു ആംഗ്രി ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഏതാണ് സിറ്റുവേഷൻ എന്ന് അസസ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സേഫ്റ്റി. അപ്പോൾ സീൻ സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ കയ്യിൽ വെപ്പണോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിന് ആളെ വിളിച്ചിട്ട് മാത്രം അവരെ അപ്രോച്ച് ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് എന്താണ് സിറ്റുവേഷൻ എന്ന് അവരോട് ചോദിക്കുന്നു. അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടെത്തുന്നു. നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാനേജറിനൊക്കെ അത് എസ്കലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അവർ കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് പേഷ്യൻ്റ് ഹാപ്പി ആണോ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഈ ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിനൊരു ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ ചലഞ്ചിങ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ യു ഫേസ്ഡ്. അപ്പോൾ ഇതിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു ആൻസർ എന്ന് വെച്ചാൽ എൻ്റെ കോവിഡ് എക്സ്പീരിയൻസുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. എ ചലഞ്ചിങ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് ഡ്യൂറിങ് ദ പീക്ക് ഓഫ് COVID-19 I worked in a facility to check PCRs for the patient and to administer COVID-19 vaccination. There were times we were really understaffed and had a lot of patients to test. അപ്പം സ്റ്റാഫ് ഷോർട്ടേജ് വന്ന് ഒരുപാട് പേഷ്യൻ്റ് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൊളീഗ്സ് കുറേ പേര് പോസിറ്റീവായി, വർക്ക് ലോഡ് കൂടി നമുക്ക് ഡ്യൂട്ടീസ് അവേഴ്സ് എക്സ്റ്റെൻഡ് ആയി വന്നു. നമ്മൾ പോസിറ്റീവ് അല്ലാതെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫിന് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വന്നു. ബ്രേക്ക് ടൈം കുറഞ്ഞു.
അതുകൂടാതെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സ്റ്റേ ചെയ്തതുകൊണ്ട് എനിക്ക് സ്മോൾ കിഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ടും എനിക്ക് ഞാനൊരു ഇൻഫെക്ഷൻ എൻ്റെ കിഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്യുമെന്നൊരു ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അറ്റ് വർക്ക്. അപ്പം അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു എന്ന് കൂടെ പറയാം. ഓക്കെ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് ഞാൻ ഒരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിൽ വർക്ക് ചെയ്ത ഒരു എക്സാമ്പിളാണ് കൊടുത്തത്. അപ്പോൾ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിൽ ഞങ്ങൾക്കൊരു 5 to 6 ബെഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇനീഷ്യൽ ഡേയ്സിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്ന് ലേൺ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ കൊളീഗ്സിനെ ലെസ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നവരെ സപ്പോർട്ടിന് വിളിച്ചു. ഡയറക്ഷൻ ആൻഡ് ഡെലിഗേഷൻ. അപ്പം നമുക്ക് ചെയ്യാവുന്ന, നമുക്കിപ്പോൾ 5 to 6 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എല്ലാ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കാവുന്ന, അവർക്ക് ഡയറക്റ്റും ഡെലിഗേറ്റും ചെയ്ത് കൊടുക്കാവുന്ന ടാസ്കുകളുണ്ടാകും. അപ്പം അത് മനസ്സിലാക്കി അവർക്ക് കൊടുത്ത് ടീം വർക്കിലൂടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. ആ രീതിയിലുള്ള ഒരു ആൻസർ കൊടുത്ത് നമുക്ക് ആ ഒരു നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ടാസ്ക് ചെയ്യുന്നതിലൂടെ ആ ഒരു സ്ട്രെസ്സ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന രീതിയിൽ നമുക്ക് ആൻസർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈ യു ലെഫ്റ്റ് യുവർ പ്രീവിയസ് ജോബ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പഴയ ജോബ് ലീവ് ചെയ്തത്? അപ്പോൾ ഇതിനൊരു ആൻസർ കൊടുക്കും. നിങ്ങൾക്ക് പഴയ ജോബിൽ എത്ര ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇവിടെ പറയാതിരിക്കുക. അപ്പം നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് ആ കാര്യങ്ങൾ മാത്രം ഇത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഐ ഓൾവേസ് ലുക്ക് ഫോർ മൈ കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ആൻഡ് ഐ ഹെയർഡ് ദാറ്റ് ന്യൂസിലാൻഡ് healthcare provides many specialization courses for nurses, and some of my friends who were already here told me ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ആൻഡ് എൻജോയ് ലൈഫ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് പേരുള്ളവർ എന്നോട് പറഞ്ഞു ഇതൊരു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, ലൈഫ് എൻജോയ് ചെയ്യാനും വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയ ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. അതുകൊണ്ടാണ് ഞാൻ ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത്. അതുപോലെ കുറേ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് അവൈലബിൾ ആണ്. എൻ്റെ പ്രീവിയസ് വർക്ക് പ്ലേസിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. ആ ഒരു രീതിയിലുള്ള ആൻസർ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്കറിയാമല്ലോ നഴ്സിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു കുറച്ച് പോയിന്റ്സ് പറയാം. ദ നേഴ്സ് ഷുഡ് ബി ആൻ ആക്റ്റീവ് ലിസണർ. അതായത് നമുക്കൊരു കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നതാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്. നമ്മൾ ആ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്താലേ അവരുടെ കൺസേണും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അപ്രോപ്രിയേറ്റ് കെയറിന് ഗുഡ് കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ് ദ പേഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളെ പറ്റി നമുക്കൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ കരിയർ ഗോൾസ്. അപ്പം നമുക്കിത് ഷോർട്ട് ടൈം ഗോൾ, ലോങ് ടൈം ഗോൾ ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, മൈ ഗോൾ ഈസ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ ടു ദ പേഷ്യൻറ്റ് ടു ഇംപ്രൂവ് ദ പേഷ്യൻസ് ഔട്ട്കം. ഐ വുഡ് ഓൾസോ ലൈക്ക് ടു കണ്ടിന്യൂ മൈ ലേണിംഗ് പ്രോസസ് ടു അപ്ഡേറ്റ് മൈ നോളജ് ഓഫ് നഴ്സിംഗ് സ്കിൽസ്. ഐ പ്രിഫർ ടു സ്പെഷ്യലൈസ് ഇൻ, ഇപ്പോൾ നിങ്ങളൊരു ഏജ് കെയർ ആണെങ്കിലും ജെറിയാട്രിക് നഴ്സിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റപ്പാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു നഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് അങ്ങനെ സ്പെഷ്യലൈസേഷൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ മെഡിക്കേഷൻ എററാണ്. മെഡിക്കേഷൻ എറർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും പാനിക്കാകരുത്. നമ്മൾ സ്റ്റേ കാം, ബി ഹോണസ്റ്റ്. നമ്മളൊരിക്കലും ഒരു എറർ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഹോണസ്റ്റ് ആയിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് പറയാവുന്നത്, ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ്, എന്തെങ്കിലും ഒരു IV ഇൻഫ്യൂഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് റോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇമ്മീഡിയറ്റ്ലി നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസും കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. നമ്മുടെ ലൈൻ മാനേജറെയും അതുപോലെ കൺസൾട്ടിങ് ഡോക്ടറെയും ഇത് ഇൻഫോം ചെയ്യുക. അതുപോലെ മറ്റ് സ്റ്റാഫിൻ്റെ മറ്റ് പേഷ്യൻ്റ്, ഇപ്പോൾ നമുക്കൊരു 5 പേഷ്യൻ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു പേഷ്യൻ്റാണ് ഇങ്ങനെ മെഡിക്കേഷൻ എറർ സംഭവിച്ചപ്പോൾ ബാക്കി പേഷ്യൻ്റെ കെയർ മറ്റുള്ളവർക്ക് മറ്റ് സ്റ്റാഫ് ഫ്രീ ഉണ്ട്, അവരോട്ട് ജസ്റ്റ് പേഷ്യൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ കൂടുതൽ ഈ പേഷ്യൻ്റ് കൂടെ നിന്ന് അവരുടെ വൈറ്റൽസും കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക.
അതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് റേസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെഡിക്കേഷൻ എറർ വന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ സെറ്റിങ്ങിലും ചോദിക്കാം, അറ്റ് ഹോം രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് പറയാം നമ്മളൊരു ക്വിക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ ഒരു കോഫി ബ്രേക്ക് എടുത്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് അല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കും. ജസ്റ്റ് നമ്മളൊന്ന് പോയി ഫേസ് കുറച്ച് കോൾഡ് വാട്ടറിൽ കഴുകി ജസ്റ്റ് ഒന്ന് റിലീവ് ആകാനായിട്ട് ശ്രമിക്കും. എന്നിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മാനേജറോട് ചോദിച്ചൊരു 10 മിനിറ്റ്സ് കോഫി ബ്രേക്ക്. ഇവിടെ അതാണ് ഒരു സ്ട്രെസ് റിലീഫ് മെത്തേഡായിട്ട് കൂടുതലും പറയപ്പെടുന്നത്. നമുക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോഫി ബ്രേക്കിന് പോയി ആ സ്ട്രെസ് റിലീവ് ചെയ്യുക. അപ്പം ഞാനിവിടെ എൻ്റെ ക്യാമ്പ് പ്ലേസ്മെൻറ്റിൻ്റെ ടൈമിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇപ്പോൾ പേഷ്യൻ്റ് കുറേ സ്ട്രെസ്സായി നിൽക്കുന്ന ടൈമിൽ, ഇപ്പം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിരുന്നത് ആറിൻ്റെ കൂടെ അല്ലായിരുന്നു, HCയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവരോട് പേഷ്യൻ്റോട് ചോദിക്കുന്നത്, കുറേ അവരോട് സംസാരിച്ച് അവർ കൺവിൻസ് ആകുന്നില്ല. ലാസ്റ്റ് അവരോട് ചോദിക്കും, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ അല്ലെ കപ്പ് ഓഫ് കോഫി? അപ്പോൾ അവരൊക്കെ പറയും, ഇവരൊരു ചായ അല്ലെ കാപ്പി ഇട്ട് കൊടുക്കും, അവർ കൂളാകും. അപ്പോൾ കോഫി അല്ലെ ടീ കുടിക്കുന്ന ഒരു സ്ട്രെസ് റിലീവാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ആൻസർ കൊടുക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് സ്ട്രെസ് റിലീവ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് വേണേൽ പറയാം, നമുക്ക് യോഗ, പ്രാണായാമ, അങ്ങനെ എന്തെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസസ് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു സ്മോൾ ഗാർഡൻ ഉണ്ട് വീട്ടിൽ, അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വിൽ ഗോ ഫോർ ഔട്ടിങ്, കുറച്ച് സമയം പോകും. അല്ലെങ്കിൽ ഒരു ഡ്രൈവിങ്ങിന് പോകും. അല്ലെങ്കിൽ വിൽ സ്പെൻഡ് സം ടൈം വിത്ത് അവർ കിഡ്സ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് വീട്ടിലെ സ്ട്രെസ് റിലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഞാനൊരു നല്ല കുക്കാണ്, നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കും നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് അതിനുവേണ്ടി പറയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ യു ഡു ഇഫ് യു റിസീവ് എ ഫോൺ കോൾ ആസ്കിങ് അബൌട്ട് വൺ ഓഫ് യുവർ പേഷ്യൻസ് ഇൻഫർമേഷൻ? അതായത് നിങ്ങളിപ്പം ഒരു ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഒരു ഏജ് കെയറിലാണ്, ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ട് ഒരാൾ ഫോൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുമോ? നിങ്ങൾ എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുക? അപ്പോൾ അതിന് നമ്മുടെ ആൻസർ, നമ്മൾക്ക് ഈ വിളിക്കുന്ന ആൾ ആരാണെന്ന് അറിയത്തില്ല. ഈ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് ആണെങ്കിൽ കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ റിലേറ്റീവ്സിനോടും പറയില്ല. അപ്പോൾ പേഷ്യൻ്റ് ഇവിടെ നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറയും. അല്ലെങ്കിൽ എൻഡ്യൂറിങ് പവർ ഓഫ് അറ്റോർണി, ആരാണോ പേഷ്യൻ്റ് അസൈൻ ചെയ്തിരിക്കുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, അവർക്ക് മാത്രമേ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുള്ളൂ പേഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം ആ ആളാണോ വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഓഫ് കിൻ ആണോ നമ്മൾ ഈ ഫോണിൽ വിളിക്കുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് അവരോട് പറയാവുന്നൊരു കാര്യം, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഞാനൊരു മീറ്റിങ്ങിലാണ്, അല്ലെങ്കിൽ ഞാനൊരു വർക്കിലാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ തിരിച്ച് വിളിക്കാം, ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കുക എന്ന് അവരോട് പറയുക. അതിനുശേഷം നമ്മൾ വന്ന് നമ്മുടെ രജിസ്റ്റർ ചെക്ക് ചെയ്യുക. ഫോൺ വെക്കുന്നതിന് മുമ്പ് ഇവരുടെ പേരും ഫുൾ നെയിമും കാര്യങ്ങളും വാങ്ങിക്കുക. എന്നിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക, ഇത് കറക്റ്റ് ആണോ, ഇന്നയാൾ തന്നെയാണോ നമ്മളെ വിളിക്കുന്നതെന്ന് നമ്മൾ നോക്കുക. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ലൈൻ മാനേജർ റിപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ യുവർ ആട്രിബ്യൂട്ട്സ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ആട്രിബ്യൂട്ട്സ്? അതായത് ഈ സ്കിൽസും ആട്രിബ്യൂട്ട്സ് ഏകദേശം സെയിം തന്നെയാണ്. അപ്പം അതാണ് നമ്മളിവിടെ അവരോട് പറയാനായിട്ട് പോകുന്നത്. വെൽ ഐ ക്യാൻ സേ ദാറ്റ് ഐ എം എ ക്വിക്ക് ലേണർ. ഞാനൊരു ക്വിക്ക് ലേണറാണ്. എന്നിട്ട് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് സ്റ്റാർ മെത്തേഡിൽ ഒരു ഇൻസിഡൻറ്റ് പറയാം. അതായത് ഞാനൊരു ജൂനിയർ നേഴ്സായിരുന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം ഞാനൊരു റയൽ സ്റ്റോപ്പ് ഇൻസേർഷൻ കണ്ടു. അപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു, ഞാനത് എങ്ങനെയാണത് ഇൻസേർട്ട് ചെയ്യുന്നത്, അവരത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് അതിന് വേണ്ടത്, കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതെന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് അവർ മെഷർമെൻ്റ് എടുക്കുന്നത്, അത് ആ ടെക്നിക്ക് ഓഫ് ഇൻസേർഷൻ, അത് കഴിഞ്ഞ് അവരെങ്ങനെ അത് ചെക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ വളരെ ക്യൂരിയസ്ലി വാച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ആ സ്റ്റാഫിനോട് നെക്സ്റ്റ് ടൈം എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാനത് പെർഫോം ചെയ്തു അണ്ടർ അവരുടെ സൂപ്പർവിഷനിൽ. അങ്ങനെ ഞാനത് ലേൺ ചെയ്തു. അപ്പോൾ ഞാനൊരു ക്വിക്ക് ലേണർ ആണെന്ന് അവർ കമൻറ്റ് തന്നു. ആ രീതിയിൽ നമുക്ക് ഒരു ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സിനാരിയോ പറയുമ്പോൾ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പേഷ്യൻ്റ് ഫാളിനെ ബേസ് ചെയ്തിട്ടുള്ള, ഒരു പേഷ്യൻ്റ് ഫാൾ ആവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചുള്ള
എക്സ്ക്യൂസ് മീ, പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ജനറലായിട്ട് പറയാവുന്ന കാര്യം, ഒരു പേഷ്യൻ്റ് ഒരു ഫാൾ ആവുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഐ വിൽ ചെക്ക് എൻവയോൺമെൻറ്റൽ സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും. കാരണം പേഷ്യൻ്റ് ഫാൾ ആയത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മൾ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പേഷ്യൻ്റെ ന്യൂറോളജിക്കൽ ഒബ്സർവേഷൻ, ഹെഡ് ടു ഫുട്ട് ഒബ്സർവേഷൻ നോക്കുന്നു, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കുന്നു, GCS സ്കെയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഉടനെ നമ്മളെടുത്ത് ബെഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല. അവിടെ നിന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഏജ് കെയർ ആണെങ്കിൽ അവിടെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇനി ഇഞ്ചുറി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലിഫ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഹെൽപ്പിന് നമ്മൾ ആളെ ആവശ്യപ്പെട്ടതിന് ശേഷം നമുക്ക് അവരെ ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നമുക്ക് മോണിറ്ററിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ അതനുസരിച്ച്, അതുപോലെ ഓർഗനൈസേഷൻ പോളിസീസ് അനുസരിച്ചാണ് നമ്മൾ ഫാള് മാനേജ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിത് ഡോക്യുമെൻ്റ് ചെയ്യും. പേഷ്യൻറ്റിൻ്റെ ഫാമിലിയെയും കൂടെ നോട്ടിഫൈ ചെയ്യും. നമ്മുടെ ലൈൻ മാനേജർ നമ്മുടെ സിസ്റ്റത്തിൽ നോട്ടിഫൈ ചെയ്യുന്ന പോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയും കൂടെ നോട്ടിഫൈ ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, നമ്മളൊരു ഡോക്ടറുമായിട്ട് ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പം നമുക്ക് ഡോക്ടർ എഴുതിയ ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് തോന്നുവാണ്, പൂർണ്ണ ബോധ്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ മറ്റ് കൺട്രീസിലെ പോലെയല്ല. ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുത്ത് ഡോക്ടറിനെ ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പേഷ്യൻറ്റിന് ഇന്നത് ഡോക്ടർ എഴുതിയത് റോങ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്കത് ഡോക്ടറോട് ഡയറക്റ്റ് പറയാം. അതിങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പൊളൈറ്റായിട്ട് നമുക്ക് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡോക്ടർ ലിസൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈൻ മാനേജറും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ലൈൻ മാനേജറെയും ഹെഡിനെയും സൂപ്പർവൈസറെയും ഇൻഫോം ചെയ്ത് നമുക്ക് നമ്മൾ പറയുന്നതാണ് കറക്റ്റ് എന്ന് നമുക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയേണ്ടതായിട്ടുള്ളത്. I will respectfully address the concerned doctor directly if I disagree with them and I think I am in the right. I will let my manager and his manager know if he still won't listen to me and tries to move forward with his choice of treatment, which will negatively impact the patient. അതായത് ഡോക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ പേഷ്യൻറ്റിനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതല്ല പേഷ്യൻറ്റ് കൊടുക്കേണ്ടത്. എന്താണ് പേഷ്യൻറ്റ് കൊടുക്കേണ്ടത്? നമുക്ക് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അത് നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഒരു നെക്സ്റ്റ് ഷിഫ്റ്റിലുള്ള ഒരു സ്റ്റാഫ് ആബ്സെൻ്റ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ആ ജോബ് കണ്ടിന്യൂ ചെയ്യുമോ, അത് പകുതിയിട്ടിട്ട് പോരൂ, ആ ഒരു രീതിയിലുള്ള, അതായത് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പം നമ്മളവിടെ കൊടുക്കേണ്ട ആൻസർ, ഒരു അടുത്ത ഷിഫ്റ്റിലോട്ടുള്ള ആൾ വന്നില്ല, നമ്മളപ്പം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ചെക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും സ്റ്റാഫിനെ വിളിക്കാൻ പറ്റുമോ, ഓൺ കോൾ വല്ലതും ഉണ്ടോ, ആ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ മാനേജറെ ഇൻഫോം ചെയ്യും. ലൈൻ മാനേജറെ നോട്ടിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ ഇല്ല എങ്കിലും പേഷ്യൻ്റെ കെയറിൽ നമ്മൾ കംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പേഷ്യൻ്റ് സേഫ്റ്റിയാണ് നമ്മുടെ പ്രയോറിറ്റി, അതുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് കണ്ടിന്യൂ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ആൻസറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഹൗ വിൽ യു മാനേജ് ഇഫ് പേഷ്യൻസ് ഓവർലോഡഡ് ഇൻ യുവർ ഏരിയ? അപ്പം നമ്മുടെ ഏരിയയിൽ പേഷ്യൻ്റ് ഓവർലോഡഡ് ആയാൽ നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളതിൽ കൊടുക്കേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്, ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ റൈറ്റ് ഡൗൺ ചെയ്യുക, നമ്മൾ ഓരോ കാര്യങ്ങളും മിസ് ചെയ്യാതിരിക്കാനായിട്ട്. അതുപോലെ ഡയറക്ഷൻ, ഡെലിഗേഷൻ, അവൈലബിൾ സ്റ്റാഫിനെ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ട് സാധിക്കും അത് ചെയ്യുക. അതുപോലെ ഡയറക്ഷൻ, ഡെലിഗേഷൻ കഴിഞ്ഞ് അതുപോലെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈൻ മാനേജറെ നോട്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പോയിന്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. അടുത്തത്, ഹൗ ടു ഹാൻഡിൽ ആൻ അരോഗൻറ്റ് പേഷ്യൻറ്റ്. അതിൽ നമ്മൾ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള, അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊരു ആംഗ്രി ഒരു ഡിസാറ്റിസ്ഫൈഡ് പേഷ്യൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഒരു വെപ്പൺ ആയിട്ടുള്ള പേഷ്യൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റി നോക്കുന്നു, അപ്രോച്ച് ചെയ്യും. ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡയറക്ഷൻ ആൻഡ് ഡെലിഗേഷൻ? അപ്പോൾ ഇത് ഒരു ഡയറക്ഷൻ ഡെലിഗേഷനെ ക്വസ്റ്റ്യൻ ചിലപ്പോഴൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ് ഓഫ് ഗൈഡിങ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് നഴ്സിംഗ് ആക്ടിവിറ്റീസ്. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫ്രം വൺ പേഴ്സൺ ടു ദി അതർ. അതിൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് ആർക്കാണോ
കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഒരു ടാസ്ക് HCAക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു എങ്കിലും ഫൈനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റർക്കാണ്, അതായത് രജിസ്റ്റേർഡ് നേഴ്സിനാണ്. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് പറയുകയാണ് ആ പേഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് അവർക്കത് ചെക്ക് ചെയ്യാൻ അറിയാവോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവരോട് പറയാനായിട്ട്. അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യുന്ന ആളിനായിരിക്കും. അപ്പോൾ അതാണ് ഡയറക്ഷൻ ഡെലിഗേഷൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അപ്പാർട്ട് ഫ്രം യുവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് വാട്ട് എൽസ് യു ക്യാൻ കോൺട്രിബ്യൂട്ട് യുവർ കമ്പനി. അതായത് നിങ്ങൾക്കുള്ള സ്കിൽസും കാര്യങ്ങളും കൂടാതെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കമ്പനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അപ്പം ഓൾറെഡി നമ്മുടെ എക്സ്പീരിയൻസും സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കൂടാതെ എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം ഞാൻ ഇവിടെ പറയാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തൊരു കാര്യം, അതായത് ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സ്റ്റേറ്റ് ദാറ്റ് മൈ വർക്ക് എക്സ്പീരിയൻസ് in the UAE greatly aided me in the ability to adapt to a multinational workplace and broadened my knowledge of various cultural customs. അതായത് നമ്മൾ GCC കൺട്രീസിൽ ഇന്ത്യയിലൊഴികെ വേറെ ഏതെങ്കിലും കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ എക്സ്പീരിയൻസ് മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ നോളജിനെ ബ്രോഡൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു അറബിക് നേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബി ഞാൻ പഠിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള തിങ്സ് ഞാൻ പഠിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് മൗരി പീപ്പിളിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജും ബേസിക് ആയിട്ടുള്ള കുറച്ച് കൾച്ചറൽ ലാംഗ്വേജും ടേംസും ഒക്കെ ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതിലും വെറൈറ്റി ആയിട്ട് പറയാമെന്ന് ഞാൻ കരുതി. ആ ഒരു പോയിന്റാണ് ഞാൻ അവിടെ പ്രിപ്പയർ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, നിങ്ങളൊരു ചിയർഫുൾ പേഴ്സണാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള പേഴ്സണാണ്, ആ ഒരു കാര്യം വേണമല്ലേ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഏതൊരു ക്വാളിറ്റിയാണോ അപ്പാർട്ട് ഫ്രം യുവർ സ്കിൽസ് ആൻഡ് അതായത് നമ്മൾ CV കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ എക്സ്ട്രാ ആയിട്ട് എന്താണുള്ളത് ആ കാര്യം നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റഡ് സാലറി എന്നാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ എത്ര സാലറിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ പറയുന്നതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉണ്ട്, അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ആൻസർ കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ നമ്പർ പറഞ്ഞാൽ ഈ രീതിയിൽ പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സാലറി അവർ തരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത്. അപ്പം അതിനുള്ള ആൻസർ അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു മാനേജ് എ പേഷ്യൻ്റ് ഇൻ പെയിൻ. പെയിൻ ആയിരിക്കുന്ന പേഷ്യൻറ്റിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് നമ്മൾ ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നു, അതിൻ്റെ പെയിനിൻ്റെ സിവിയറിറ്റി അതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ക്വാളിറ്റി, സിവിയറിറ്റി, ഡൾ ഏക്കിംഗ് പെയിൻ ആണോ, എന്താണ് അത്, റേഡിയേറ്റിംഗ് ആണോ, അതുപോലെ തന്നെ അതിൻ്റെ സ്കോർ 0 to 10 ന്യൂമറിക് പെയിൻ സ്കെയിൽ വെച്ച് അതിൻ്റെ സ്കോറും കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ഒക്കെ അറിയുന്നതിൻ്റെ ഓൺസെറ്റ്. അപ്പോൾ പെയിനിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും PRN മെഡിക്കേഷൻ പേഷ്യൻറ്റിന് ചാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ട് എങ്കിൽ പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ പേഷ്യൻറ്റിനോട് ലാസ്റ്റ് എപ്പോഴാണ് മെഡിസിൻ കഴിച്ചതെന്ന് അവരോട് തന്നെ ചോദിക്കുക. ഓക്കെ, അത് നമ്മളിപ്പോൾ ഓസ്കിയുടെ ടൈമിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു മെഡിക്കേഷൻ കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ അപ്പോൾ മെഡിക്കേഷൻ കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് മെഡിസിൻ കൊടുക്കുന്നതിന് മുൻപ് അവരോട് ചോദിക്കുക എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് മെഡിസിൻ കഴിച്ചത്, ഇന്ന മെഡിസിൻ കഴിച്ചത് എപ്പോഴും. അപ്പോൾ പേഷ്യൻ്റ് അത് അറിയുന്നുണ്ടാകും. അപ്പോൾ അവരതിന് റിപ്ലൈ തരും. അതനുസരിച്ച് നമുക്ക് PRN മെഡിസിൻ കൊടുക്കാം. അപ്പോൾ ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ടും പെയിൻ റിലീവ് ആകുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോസ് കൂട്ടണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നമ്മുടെ കൺസൾട്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5 റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. അതിൽ വരുന്നതാണ് റൈറ്റ് ടാസ്ക്, റൈറ്റ് സർക്കംസ്റ്റൻസ്, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ഡയറക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ, റൈറ്റ് സൂപ്പർവിഷൻ ഓർ ഇവാലുവേഷൻ. അപ്പോൾ 5 റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻ അങ്ങനെ കോമൺ ആയിട്ട് അതിന് ചോദിക്കുന്നതല്ല, പക്ഷേ ഡയറക്ഷൻ ഡെലിഗേഷൻ ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ 5 റൈറ്റ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ മിസ്റ്റേക്ക് യു കമ്മിറ്റഡ് ആൻഡ് ഹൗ യു കറക്റ്റഡ് ഇറ്റ്.
അപ്പം നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്കും അപ്പോൾ അത് ഹൗ യു കറക്റ്റഡ് ഇറ്റ് എന്നത് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ കൂടിയും നമ്മളതവിടെ ആൻസർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വാക്സിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ടൈമിൽ ചില ടൈമിൽ അണ്ടർ സ്റ്റാഫും അതുപോലെ പേഷ്യൻ്റ് കൂടുതലുമായിരുന്നു. അപ്പോൾ ഞാൻ ഹെൽപ്പിന് വേണ്ടി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളെ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ന്യൂ സ്റ്റാഫിനെ അവിടെ കിട്ടി. അവർക്ക് വാക്സിനേഷനിൽ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് ഞാൻ അവരെ വൈറ്റൽസ് ചെക്ക് ചെയ്യാനുള്ള ആ റൂമിൽ അസൈൻ ചെയ്തു. അതിനുശേഷം മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന റൂമിൽ ഞാനും അതുപോലെ വാക്സിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫിനെ അസൈൻ ചെയ്തു. അങ്ങനെ ഒരു പേഷ്യൻ്റെ അസസ്മെൻറ്റ് പേപ്പർ ചെക്ക് ചെയ്തപ്പോഴാണ് വന്നിരിക്കുന്ന പേഷ്യൻ്റെ നെയിം അല്ല അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ബിസി ആയത് കാരണം സംഭവിച്ച ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ ഞാൻ ജൂനിയർ നേഴ്സസിനെ ലെസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെ അസൈൻ ചെയ്തു. അതായത് ഞാൻ അവർക്ക് ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണിത്. എന്ന് വെച്ചാൽ ഡെലിഗേറ്റ് ചെയ്തത് ഞാനാണ്. അപ്പം അതിൻ്റെ ഫൈനൽ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ 5 റൈറ്റ്സ് ഓഫ് ബിഫോർ അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ 5 റൈറ്റ്സ് പേഷ്യൻ്റെ റൈറ്റ് നെയിം റൈറ്റ് ഡോസ് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തത് കാരണം ഞാനിത് മനസ്സിലാക്കി അങ്ങനെ എനിക്ക് ആ എറർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നഴ്സിംഗ് പ്രോസസ്സിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ നഴ്സിംഗ് പ്രോസസ്സിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അസസ്മെൻറ്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇൻ്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ ഈ ഒരു പോയിൻ്റാണ്. പിന്നെ ട്രീറ്റി ഓഫ് വൈത്താങ്കിയെ പറ്റി മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പം ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ആണെങ്കിലും കെയർ ഹോം ആണെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ട്രീറ്റി ഓഫ് വൈത്താങ്കി എന്താണ്, അതിൻ്റെ 3 P's കാര്യങ്ങൾ അതല്ല മെയിനായിട്ട് ഇവർ ചോദിക്കുന്നത്. ട്രീറ്റി ഓഫ് വൈത്താങ്കി എങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നഴ്സിംഗ് ലൈഫിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങളൊരു സർജിക്കൽ നേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു സർജിക്കൽ സെറ്റിങ്ങിൽ ഒരു ആംപ്യൂട്ടേഷൻ ഉണ്ടായി അത് കഴിഞ്ഞ് ആ ബോഡി പാർട്സ് പ്രിസർവ് ചെയ്യണമെന്ന് പേഷ്യൻറ്റിനോട് നമ്മൾ പെർമിഷൻ ചോദിക്കണം. ഒരു പീഡിയാട്രിക് അല്ലെങ്കിൽ മെറ്റേണിറ്റി സെറ്റിങ്ങിലാണെങ്കിലും നമുക്ക് പറയാം, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പ്ലാസൻ്റ ഡിസ്പോസ് ചെയ്യണോ അതോ പ്രിസർവ് ചെയ്യണോ എന്നുള്ളത് ഇവരുടെ ബിലീഫ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ അവരോട് ചോദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രീറ്റി ഓഫ് വൈത്താങ്കിയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കുറച്ച് സേക്രഡ് ആയിട്ട് ഇവർ കാണുന്ന കാര്യമാണ്. അപ്പോൾ ഹെഡ് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ പെർമിഷൻ വാങ്ങിക്കുക, ഓരോ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കൺസെൻറ്റ്, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രൈവസി കൊടുക്കുക, കോൺഫിഡൻഷ്യൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ട്രീറ്റി ഓഫ് വൈത്താങ്കിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ ഔട്ട്സൈഡ് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ലെങ്കിൽ കെയർ ഹോമിലുള്ള ഒരു പേഷ്യൻറ്റിനെ ഔട്ട്സൈഡ് ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കാണുവാണ്, നമ്മൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളുണ്ട്, അപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മളവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളോട് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഫോൺ നമ്പർ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ നമ്മുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാനായിട്ട് പാടില്ല, ഓർഗനൈസേഷൻ നമ്പർ കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് കോൺഫിഡൻഷ്യാലിറ്റിയുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് ടൈം ഗോൾ, ലോങ് ടൈം ഗോൾ ആ കാര്യങ്ങൾ. ഷോർട്ട് ടൈം ഗോളിൽ നമുക്ക് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു അറ്റൻഡിങ് സെമിനാർ, ഓൺലൈൻ ട്രെയിനിങ്, വർക്ക്ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ലോങ് ടൈം ഗോളിൽ നമുക്ക് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ്, എന്തെങ്കിലും ഒരു കോഴ്സ് സ്പെഷ്യലൈസ് ചെയ്യുന്ന നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ വർക്ക് നമ്മളോട് വന്ന് പറയുകയാണ്, ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് എവിടെയെങ്കിലും ഒരു ബോഡി പാർട്ടിൽ ഒരു ബ്രൂയിസ് അവർ നോട്ടീസ് ചെയ്തു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെന്ന് അവരെ അസസ് ചെയ്യുക, ആ ബ്രൂയിസ് അസസ് ചെയ്യുക, മുമ്പ് അതുണ്ടായിരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, വേറെ ഏതെങ്കിലും ബോഡി പാർട്സിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു തറോ അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. അതിനുള്ള എന്താണോ മാനേജ്മെൻറ്റ് അത് ചെയ്യുക. അത് നമ്മുടെ മാനേജറെ നോട്ടിഫൈ ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻ്റ് ഫാമിലിയെ നോട്ടിഫൈ ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പേഷ്യൻറ്റിൻ്റെ ഫാമിലിയെയും ഇൻഫോം ചെയ്തിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ടീം ലീഡർ? ഒരു ടീം ലീഡറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്?
ഇപ്പോൾ നമ്മളൊരു ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ അവർക്ക് ചോദിക്കുക എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു ടീം ലീഡറിന് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ടീം ലീഡർ എന്ന് പറഞ്ഞാൽ നോളജബിൾ ആയിരിക്കണം, മറ്റ് നമ്മുടെ താഴെ വരുന്ന സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം, അതുപോലെ ഓരോ പ്രൊസീജിയറും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽസും നോളജും ഉണ്ടായിരിക്കണം, അതുപോലെ അപ്രോച്ചബിൾ ആയിരിക്കണം, മറ്റ് സ്റ്റാഫിന് ജൂനിയർ സ്റ്റാഫിനായിരിക്കട്ടെ കൊളീഗ്സിനായിരിക്കട്ടെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം, എല്ലാ സ്റ്റാഫിൻ്റെയും സ്ട്രെങ്തും വീക്ക്നെസ്സും അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു നല്ല കാര്യം ചെയ്താൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സുള്ള ആളായിരിക്കണം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു എൽഡർലി ഒരു ഏജ് കെയർ സെറ്റിങ്ങിൽ ഒരു എൽഡർലി ക്ലയൻറ്റിന് കാർഡിയാക് അറസ്റ്റ് വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഫസ്റ്റ് നിങ്ങൾ ഓടിച്ചെന്ന് CPR കൊടുക്കുക എന്നതല്ല ഇവിടുത്തെ ആൻസർ വരിക. ഇവിടുത്തെ ആൻസർ ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു. പേഷ്യൻ്റ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് റീസസിറ്റേഷൻ ആണോ നോട്ട് ഫോർ റീസസിറ്റേഷൻ ആണോ എന്ന് പേഷ്യൻ്റ് റെക്കോർഡിലുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറും ബിലീവ്സും അനുസരിച്ച് അവർക്ക് ഒരു പീസ്ഫുൾ ഡെത്താണ് വേണ്ടത്, എനിക്കിങ്ങനെ റീസസിറ്റേറ്റീവായിട്ടൊരു കാര്യങ്ങളും വേണ്ട, എനിക്ക് CPRും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ഡിറ്റീരിയറേറ്റ് ആകുമ്പോൾ, പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് പാനിക്കായി ഓടിച്ചെന്ന് CPR കൊടുക്കുകയല്ല വേണ്ടത്. അപ്പം ഒരു കെയർ ഹോം സെറ്റിങ്ങിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പേഷ്യൻറ്റിന് CPR കൊടുക്കുക എന്നതല്ല ആൻസർ, പേഷ്യൻ്റ് ഫോർ CPR ആണോ നോട്ട് ഫോർ CPR ആണോ എന്നതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. CPRനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും CPR കൊടുക്കുക, ഇല്ലാത്തതാണെങ്കിൽ ഒരു പീസ്ഫുൾ ഡെത്തിന് അവരെ അലോ ചെയ്യുക എന്നതായിരിക്കണം ഇവിടെ കൊടുക്കേണ്ട ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു പേഷ്യൻറ്റിന് ചോക്കിംഗ് ഉണ്ടായാൽ, ഒരു അഡൾട്ട് പേഷ്യൻറ്റിന് ചോക്കിംഗ് ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പീഡിയാട്രിയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചോക്കിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് യൂണിവേഴ്സൽ സയൻസ്, ചോക്കിംഗ് ഉണ്ടായാൽ ഇങ്ങനെ പേഷ്യൻ്റ് ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്യും, യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ചോക്കിങ്ങിന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹെംലിച്ച് മാനുവറാണ്. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, പീഡിയാട്രിക്കിൽ നമ്മൾ കൊടുക്കുന്ന പോലെ ബാക്ക് സ്ലാപ്സും ചെസ്റ്റ് ത്രസ്റ്റുമാണ് അഡൾട്ടിനും പറയുന്നത്. അപ്പം നമ്മളൊരു എമർജൻസി ഉണ്ടായാൽ ആംബുലൻസ് വിളിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ അല്ലെങ്കിൽ 5 ബാക്ക് സ്ലാപ്സും അതുപോലെ തന്നെ 5 ബാക്ക് ബ്ലോസ് വിത്ത് എ പേഴ്സൺ ലീനിങ് ഫോർവേഡ് ഐദർ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, ഹിറ്റ് ഓൺ ദ പേഷ്യൻറ്റ് ബിറ്റ്വീൻ ദ ഷോൾഡർ ബ്ലേഡ്സ് യൂസിങ് ദ ഹീൽ ഓഫ് യുവർ ഹാൻഡ്. അപ്പോൾ അത് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ഒരു ചോക്കിങ്ങിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൗ വിൽ യു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് കെയർ ഗിവർ? ഡിഫിക്കൽട്ട് പേഷ്യൻ്റ് അല്ല, ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് കെയർ ഗിവറാണ്. അതായത് നമ്മളൊരു കാര്യം ഒരു കെയർ ഗിവറോട് പറയുന്നു, അവരതനുസരിക്കുന്നില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഒരിക്കലും നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാനോ വെർബലി അബ്യൂസ് ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മൾ ഓരോ പ്രൊഫഷനും ഓരോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഓരോ കൊളീഗ്സിനും അവരുടേതായ റെസ്പെക്റ്റ് കൊടുത്താണ് നമ്മൾ ഇവിടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആരെയും ഒന്നും ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ ഒരു കാര്യം ഒരു ടാസ്ക് നമ്മൾ പറഞ്ഞ് അവർ ചെയ്തില്ല, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ചെയ്യാത്തത്. ഒന്നുകിൽ നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല, അതുകൊണ്ടാണോ, നിങ്ങൾക്ക് അതിനുള്ള നോളജും കാര്യങ്ങളും ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറിനെ പറ്റി ഇല്ലാഞ്ഞിട്ടാണോ അത് ചെയ്യാത്തത്, അതോ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് അവർക്ക് ചെയ്യാത്തത്, എന്താണ് കാര്യം എന്ന് അവരോട് പൊളൈറ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഒരു റെസ്പോൺസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ റെസ്പോണ്ട് ചെയ്യും എന്നത് ചെക്ക് ചെയ്യാനായിട്ട് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പേഷ്യൻ്റ് ഫുഡ് അല്ലെങ്കിൽ ബാത്ത് റിഫ്യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓസ്കി സിനാരിയോയുടെ ടൈമിലാണെങ്കിലും നമുക്കറിയാം പേഷ്യൻ്റ് റിഫ്യൂസൽ ചെയ്യുമ്പോൾ വരുന്ന കാര്യം ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക,
ഇന്ന മെഡിസിൻ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് യൂസ്, നിങ്ങൾക്ക് എന്തിനാണ് ഈ മെഡിക്കേഷൻ തരുന്നത്, അതിൻ്റെ യൂസ് എന്താണ്, ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാകും, ആ രീതിയിൽ പറഞ്ഞ് അവർ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് അവർ ലിസൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് ട്രൈ ചെയ്യാം, അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക, അത് ഡിസൈഡ് ചെയ്യാൻ ടൈം കൊടുക്കുക, നമുക്ക് തിരിച്ചു വന്ന് വീണ്ടും പറയുക. അതും അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആൻസറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിൽസ് ആണോ ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് വിച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്കിൽസും ആറ്റിറ്റ്യൂഡും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ നമ്മളവിടെ പറയേണ്ട ആൻസർ ആറ്റിറ്റ്യൂഡാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റിൽ ആറ്റിറ്റ്യൂഡാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയേണ്ടത്. കാരണം നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്, എന്നാൽ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്, അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. സ്കിൽസ് നമുക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു സർജിക്കൽ സെറ്റിങ്ങിലാണ് ഒരു മെഡിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഇട്ടാലും നമുക്ക് ആ സ്കിൽസ് ലേൺ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആൻസറാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ വെയർ യുവർ പേഷ്യൻറ്റ് സേഫ്റ്റി ഈസ് കോംപ്രമൈസ്. നമ്മുടെ പേഷ്യൻറ്റ് സേഫ്റ്റി കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒന്നുകിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ രീതിയിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഒരു കോവർക്കർ ഒരു IV കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ IM കൊടുക്കുന്നത് നിങ്ങൾ കാണാനിടയായി, അത് ജെന്യുവനായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോട്ടിഫൈ ചെയ്തു, അതുപോലെ ആ സ്റ്റാഫിനുള്ള എഡ്യൂക്കേഷൻ കൊടുത്തു, അത് ഫർദർ ഒക്കറൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഉള്ള മെഷേഴ്സ് എടുത്തു, ഇൻസിഡൻറ്റ് റിപ്പോർട്ട് റേസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് യുവർ നേഴ്സ് മാനേജർ വെൻ യു ആർ ന്യൂ ടു എ ഫെസിലിറ്റി. അതായത് നമ്മുടെ പ്രീവിയസ് മാനേജറെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരിക്കലും നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രീവിയസ് മാനേജറെ പറ്റി പറയാതിരിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബിഹേവ് ചെയ്ത ഒരാളാണെങ്കിൽ കൂടിയും നമ്മളിവിടെ കൊടുക്കേണ്ടത് അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ ആൻസറിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അവർ വളരെ വെൽക്കമിങ് ആയിരുന്നു, ഞാൻ പുതിയ ഫെസിലിറ്റിയിലോട്ട് ചെന്നപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു, അറിയത്തില്ലാത്ത കാര്യങ്ങൾക്ക് ട്രെയിനിങ് തന്നു. അപ്പോൾ ആ രീതിയിൽ അവരെ പറ്റി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് മാത്രമേ നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ടെൽ മീ എ സിറ്റുവേഷൻ വേർ യു നീഡ് ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹൗ യു സോൾവ്ഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് വേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്തതെന്നാണ്. ഒന്നുകിൽ നിങ്ങളൊരു ജൂനിയർ നേഴ്സ് ആയിരുന്ന സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയത്ത് ഇൻഫ്യൂഷൻ പമ്പ് സിറിഞ്ച് പമ്പൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നതിനെപ്പറ്റി ട്രെയിനിങ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തു കിട്ടി, അതിനുശേഷം നിങ്ങളത് ഇമ്പ്രൂവ് ആയി, ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കോവിഡ് PCR ആ ഒരു സെക്ഷൻ വെച്ച് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ, ഞാൻ ഫസ്റ്റ് PCR ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വാക്സിനേഷനിൽ നിന്ന് ഒരു ദിവസം എനിക്ക് അവിടെ ഡ്യൂട്ടി വന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ട്രെയിനിങ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ കാര്യത്തിൽ എക്സ്പേർട്ടായി. ഞാൻ ആ ഫെസിലിറ്റിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വാക്സിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീം ലീഡറായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ നമ്മുടെ ഒരു കൊളീഗിനെ പറ്റി ആരെങ്കിലും കംപ്ലൈൻറ്റ് പറയുകയാണ് നമ്മളോട്, അപ്പോൾ നമ്മൾ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ ഫസ്റ്റ് അവരെ ലിസൺ ചെയ്യും, ആക്റ്റീവ്ലി ലിസൺ ചെയ്യും. കുറച്ച് സമയത്തേന് നമ്മുടെ ആ കൊളീഗിനെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് അവരോട് നമ്മൾ സംസാരിക്കും, എന്താണ് നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മളെടുക്കും. ഇനി അവർക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് അവർ വില്ലിങ് ആകുന്നില്ല, അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ആ കംപ്ലൈൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ലൈൻ മാനേജറെ റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ഇൻസിഡൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ആൻസറായിട്ട് കൊടുക്കാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ മോസ്റ്റ് റിവാർഡിങ് എക്സ്പീരിയൻസ് ഇൻ യുവർ കരിയർ. അപ്പം അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ
എക്സ്പീരിയൻസ് എന്ന രീതിയിലൊക്കെ വേണേൽ ചോദിക്കാം. നമുക്ക് ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് മറക്കാനാവാത്തതായിട്ട് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു സർജിക്കൽ ഹൈ ഡിപ്പെൻഡൻസി സെറ്റിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഒരു 17-18 ഇയേഴ്സും ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി നോട്ട് ഫോർ റിസസിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ അവരുടെ എൻഡ് സ്റ്റേജിൽ ഞാനായിരുന്നു അവരുടെ അസൈൻഡ് സ്റ്റാഫ്. ഞാനായിരുന്നു ആ പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പേഷ്യൻറ്റിന് ലാസ്റ്റ് ആ പേഷ്യൻ്റ് എക്സ്പയർഡ് ആയി. അപ്പോൾ ആ ഡെത്ത് കെയറും കാര്യങ്ങളും എല്ലാം ചെയ്ത് പേഷ്യൻ്റെ ബോഡി ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ അവളെ സ്വന്തം സിസ്റ്റർ നോക്കുന്ന രീതിയിൽ ടേക്ക് കെയർ ചെയ്തു. അത് റിയൽ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സംഭവമാണ്. അതെനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സംഭവം. ആ ഒരു കാര്യമാണ് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വേർഡ്സ്, ആ ഒരു പേഷ്യൻറ്റിൻ്റെ മദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു അപ്രീസിയേഷനാണ് എനിക്ക് ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് എൻ്റെ നഴ്സിംഗ് ലൈഫിൽ തോന്നിയത്. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ആൻസർ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് എ ടൈം യു ഡിസഗ്രി വിത്ത് യുവർ ബോസ്. അപ്പം നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറുമായിട്ട് നമ്മൾ ഡിസഗ്രി ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഡിസഗ്രി ചെയ്തിട്ടില്ല, എല്ലാം അവർ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ എന്ന് ഒരു ആൻസർ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണേൽ പറയാം, ഇപ്പം ഞാൻ കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു 6-7 ഡേയ്സ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എനിക്കൊരു ഓഫുള്ള ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം എന്നെ ഡ്യൂട്ടിക്ക് വിളിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടി സിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് പൊളൈറ്റ്ലി റെഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരു ഡിസഗ്രിമെൻ്റ് വന്നു. കാരണം എൻ്റെ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു ഇത്രയും ദിവസത്തെ നൈറ്റ് കഴിഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ എൻ്റെ കുട്ടി സിക്കായിരുന്നു. ആ ഒരു റീസൺ വെച്ച്. അപ്പോൾ ആ രീതിയിൽ വേണേൽ നമുക്കൊരു ആൻസർ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് എ ടൈം യു ചൂസ് നോട്ട് ടു ഹെൽപ്പ് യുവർ ടീം മെമ്പർ. അപ്പോൾ നമ്മൾ നമ്മുടെ ടീം മെമ്പറിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഒരു നമ്മൾ നഴ്സിംഗിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ടീം മെമ്പറിനെ ഹെൽപ്പ് ചെയ്യാതിരുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ ടീം മെമ്പറിനെ ആവശ്യമുള്ളപ്പം ഞാൻ ഫ്രീ ഉള്ള ടൈമിൽ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചിന്തിച്ച് നോക്കാം. നമുക്കിപ്പോൾ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു നേഴ്സ് വന്നു. അപ്പോൾ ഹാൻഡ് ഓവർ കൊടുത്തപ്പോൾ പേഷ്യൻ്റ് റയൽസ് ട്യൂബ്, ട്രക്യോസ്റ്റമി, ഫീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹാൻഡ് ഓവർ എടുക്കാൻ ന്യൂ സ്റ്റാഫ് കുറച്ച് റെഫ്യൂസ്ഡ് ആയിരുന്നു. എങ്കിലും ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞ് റയൽസ് ട്യൂബ് ഫീഡിങ്ങും റയൽസ് ട്യൂബ് ഇൻസേഷനും ഒന്നും ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു, ആ സ്റ്റാഫിന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ടീച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ റയൽസ് ട്യൂബ് ഇൻസേഷൻ കാണിച്ചു കൊടുത്തപ്പോൾ അത് ചെയ്യാൻ കുറച്ചൊരു റെഫ്യൂസൽ കാണിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞതുകൊണ്ട്, ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ട് ആ ന്യൂ സ്റ്റാഫ് അത് ലേൺ ചെയ്തു. അപ്പം നെക്സ്റ്റ് ടൈം ആ പേഷ്യൻറ്റിൻ്റെ റയൽസ് ട്യൂബ് ഔട്ടായപ്പോൾ ഞാൻ ആ സ്റ്റാഫിനെ കൊണ്ട് തന്നെ അത് ഇൻസേർട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അണ്ടർ മൈ സൂപ്പർവിഷൻ ഞാനത് ചെയ്യിപ്പിച്ചു ആ ന്യൂ സ്റ്റാഫിനെ കൊണ്ട്. അപ്പോൾ അതിന് ശേഷം ആ സ്റ്റാഫ് എന്നോട് നെക്സ്റ്റ് ഡേ എന്നോട് വന്ന് പറഞ്ഞു, ഞാനത് അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ ഞാനത് ലേൺ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മളത് ന്യൂ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നത് കൊണ്ട് അവർ ഒരു കാര്യം ലേൺ ചെയ്തു. ഹെൽപ്പ് ചെയ്തില്ല എന്ന് വെച്ചാൽ ടോട്ടലി നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല എന്നല്ല, കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചത് കൊണ്ട് അവരൊരു കാര്യം ലേൺ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല, ആ രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് എ ടൈം യു ഗോട്ട് ആംഗ്രി അറ്റ് യുവർ വർക്ക്. അത് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ആംഗ്രി വന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് ഇതുവരെ ആംഗ്രി വന്നിട്ടില്ല, എല്ലാം സ്മൂത്ത്ലി ആണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ, ഇപ്പോൾ എനിക്കൊരു പേഷ്യൻറ്റിനെ അസൈൻ ചെയ്ത് കിട്ടിയത്, ഒരു പേഷ്യൻറ്റിന് TURP കഴിഞ്ഞ ഒരു പേഷ്യൻ്റായിരുന്നു, പോസ്റ്റ് സർജിക്കൽ പേഷ്യൻറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് ഇറിഗേഷനും ഫ്ലൂയിഡും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ് മോണിറ്ററിങ്, അവർലി ഔട്ട്പുട്ട് മോണിറ്ററിങ് ഒക്കെയുള്ള ഒരു പേഷ്യൻറ്റ്.
വേറൊരു പേഷ്യൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ വേറെ 2 പേഷ്യൻ്റ് റയൽസ് ട്യൂബ് ഫീഡ്, ട്രക്കിയോസ്റ്റമി, പൊസിഷനിങ്, സെക്കൻഡ് അവർലി ഫീഡൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും പേഷ്യൻറ്റിനെ ഒന്നിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേസമയം ബാക്കിയുള്ള സ്റ്റാഫിന് വർക്ക് ലോഡ് കുറവാണ്. അപ്പോൾ ആ ഒരു അസൈൻമെൻറ്റ് കണ്ടപ്പോൾ ഞാൻ കുറച്ചൊരു അപ്സെറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ ഇൻചാർജ് സിസ്റ്ററിനോട് ചോദിച്ചു. നമ്മൾ ഒരുപാട് ആംഗ്രി ആയി എന്നല്ല പറയേണ്ടത്, ജസ്റ്റ് നമ്മൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അസൈൻ ചെയ്തതെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അത് എൻഡ് ഓഫ് ദ ഷിഫ്റ്റിൽ വന്ന കാര്യമായിരുന്നു. അത് പ്രീവിയസ് സ്റ്റാഫ് ഹാൻഡ് ഓവർ കൊടുക്കാനായിട്ട് അത് മറന്നുപോയി. അപ്പോൾ അത് അവർക്ക് അറിവില്ലായിരുന്നു. അതുകൊണ്ട് ആ പേഷ്യൻറ്റിനെ അവർ വേറൊരു സ്റ്റാഫിനെ അസൈൻ ചെയ്ത് അങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ആക്കി. ആ രീതിയിൽ വേണേൽ നമുക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടുള്ള സിനാരിയോയിൽ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാവുന്ന കാര്യമാണ് അസിസ്റ്റീവ് ഡിവൈസസ്, ഹോയിസ്റ്റ് മെഷീൻ. അത് സ്ലിംഗ് ഹോയിസ്റ്റ് ഉണ്ട്, സ്റ്റാൻഡിങ് ഹോയിസ്റ്റ്, അങ്ങനെ പല ടൈപ്പ് ഹോയിസ്റ്റ് നിങ്ങൾ ക്യാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ സൈഡ് റെയിൽസ്, അതുപോലെ സേഫ് എൻവയോൺമെൻറ്റ്, ഫോൾ പ്രിവെൻറ്റ് ചെയ്യുക, ഇമോഷണൽ സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 3 things യു ഡോണ്ട് ലൈക്ക് അറ്റ് വർക്ക്. നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയുന്ന കാര്യം പാർഷ്യാലിറ്റി. അതായത് നിങ്ങൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻസിനോട് ഒരു രീതി, മറ്റൊരു നാഷണാലിറ്റിയോട് വേറൊരു രീതിയിൽ നമ്മുടെ ഇൻചാർജ്, നമ്മുടെ സൂപ്പർവൈസർ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് ആൻസർ നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ നമ്മുടെ ഇൻചാർജ് എങ്ങനെയായിരുന്നു എന്നല്ല നമ്മളിവിടെ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ പാർഷ്യാലിറ്റിയാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാമത്തെ കാര്യം. ആ രീതിയിൽ നമുക്കൊരു ആൻസർ കൊടുക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഡിസ്ഹോണസ്റ്റി. അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി അതായത് നമ്മൾ ഡ്യൂട്ടി തുടങ്ങി കുറേ കഴിഞ്ഞ് കയറി വരുന്നു അടുത്ത ഹാൻഡ് ഓവറിന് വേണ്ടി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, 3 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ടീം വർക്ക് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അപ്രീസിയേഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ റിസീവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളിപ്പോൾ ഒരു ടീം ലീഡറാണ്, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്യുകയാണ്, എങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും സെലക്ട് ചെയ്യുക? അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നവർ, കമ്പാഷനേറ്റ്, അതുപോലെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാവുന്ന ആൾക്കാർ, ഗുഡ് ടീം വർക്കർ, അല്ലെങ്കിൽ ഒരു ഫൺ എലമെൻ്റ് ഉള്ള ഒരാൾക്കാർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് അതിനായിട്ട് റെഡിയാക്കി വെക്കാം. കെയർ പ്ലാൻ, 2 ടൈപ്പ് കെയർ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കാറുണ്ട്. ഷോർട്ട് ടൈം കെയർ പ്ലാനും ലോങ് ടൈം കെയർ പ്ലാനും. ഷോർട്ട് ടൈം കെയർ പ്ലാനിൽ നമ്മൾ എഴുതുന്നത് ഇതിപ്പം എന്തെങ്കിലും പേഷ്യൻ്റ് എന്തെങ്കിലും വൂണ്ടൊക്കെ ഉണ്ടായി ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നു, ഫാൾ, അതൊക്കെയാണ് ഷോർട്ട് ടൈം കെയർ പ്ലാൻ വരിക. ലോങ് ടൈം കെയർ പ്ലാൻ വരുന്നത് അഡ്മിഷൻ പ്രൊസീജിയറിലാണ്. ലോങ് ടൈം കെയർ പ്ലാൻ പേഷ്യൻറ്റിൻ്റെ ലോങ് ടൈം ഗോൾസും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നത് അഡ്മിഷൻ ടൈമിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരു ഏജ് കെയർ സെറ്റിങ്ങിൽ മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റെസിഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ID കാർഡ് ചെക്ക് ചെയ്ത് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഒരു ഏജ് കെയർ സെറ്റിങ്ങിൽ പേഷ്യൻറ്റിന് ID കാർഡ് ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പിക്ചർ, അവരുടെ ഫോട്ടോ നമ്മുടെ മെഡിക്കേഷൻ കൊടുക്കുന്ന ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടാണ് പേഷ്യൻ്റ് കറക്റ്റ് പേഷ്യൻ്റ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഒരു 2-3 സിനാരിയോ തന്നിട്ട് അതിലേത് സിനാരിയോ ആണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കിപ്പോൾ ഒരു എമർജൻസി മെഡിക്കേഷൻ എമർജൻസി മെഡിക്കേഷൻ പേഷ്യൻറ്റിന് തീർന്നുപോയി, അപ്പോൾ ഫാർമസി ക്ലോസ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ
ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഏത് സെറ്റിങ്ങിലാണെങ്കിലും അവിടെ സ്റ്റോക്ക് മെഡിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റോക്ക് മെഡിസിനിൽ നിന്ന് എടുത്ത് എക്സ്പയറി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അത് പേഷ്യൻറ്റിന് കൊടുക്കുക. അതിനുശേഷം ഫാർമസി ഓപ്പൺ ആകുമ്പോൾ ഫാർമസിയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യുക, നമ്മുടെ സ്റ്റോക്കിലേക്ക് റീപ്ലേസ് ചെയ്യുക. ആ രീതിയിലുള്ള ആൻസറാണ് അതിന് കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ എമർജൻസി മെഡിസിനൊക്കെ നമ്മുടെ സ്റ്റോക്കിലുണ്ടാകും. അപ്പോൾ ആ സ്റ്റോക്ക് ചെക്ക് ചെയ്യുക എന്നതായിരിക്കണം ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങളിപ്പോൾ ഒരു ഏജ് കെയർ സെറ്റിങ്ങിൽ വല്ലതും ചെല്ലുമ്പോൾ രണ്ട് പേഷ്യൻസ് തമ്മിൽ ഫിസിക്കൽ ഇൻറ്റിമസിയിലാണ് അല്ലെങ്കിൽ സെക്ച്വൽ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഇതിവർ കൺസെൻറ്റോടുകൂടി ചെയ്യുന്നതാണോ അതോ മറ്റൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണോ. അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർവൈസർ ആരാണോ അവർക്കത് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് കൊടുക്കാനായിട്ട് സാധിക്കുക. മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ അവർ നമുക്കൊരു സിനാരിയോ തരുന്നു. പേഷ്യൻ്റ് സിക്കാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ഇസ്ബാർ ഫോർമാറ്റിലായിരിക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുക, പേഷ്യൻ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, അവരുടെ കണ്ടീഷൻ, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുക. എന്ന് വെച്ചാൽ അസസ്മെൻറ്റ്, നമ്മൾ എന്തൊക്കെ അസസ്മെൻ്റ് ആണ് പേഷ്യൻ്റ് ചെയ്തത് ആ കാര്യങ്ങളാണ് ഇസ്ബാറിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻ, അപ്പം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ നമുക്ക് നൽകാൻ കഴിയതാണ് 6 വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമ്മളെപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ടീമുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് വെച്ചാൽ നേഴ്സസ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കർ, അങ്ങനെ എല്ലാവരും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മീറ്റിങ്ങിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമുക്കിപ്പോൾ ഇവിടുത്തെ മൗരി ലാംഗ്വേജ് മനസ്സിലായിട്ടില്ല, പേഷ്യൻ്റ് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം നമ്മൾ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഒന്നുകിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫാമിലി മെമ്പർ ആരെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള ആൻസറൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ എപ്പോഴാണ് ഒരു കൈൻഡ്നെസ് ഷോ ചെയ്തതിന് ഒരു എക്സാമ്പിൾ, നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഒരു കൈൻഡ്നെസ് ഷോ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ അത് നിങ്ങളുടെ ഏരിയ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ എൻ്റെ ഒരു PCR എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, അപ്പം PCRൻ്റെ ഏകദേശം ടൈമിങ് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് കുറച്ചേറെ ദൂരെ എന്ന് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അബുദാബിയിലാണ് PCR ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലേനിൽ നിന്ന് ദുബായിൽ നിന്ന് ഒരു പേഷ്യൻ്റ് വരുവാണ്, എനിക്ക് ഈ ടൈം PCR അല്ലെങ്കിൽ വാക്സിനേഷൻ എന്തെങ്കിലും ആട്ടെ, എനിക്ക് വാക്സിൻ എടുക്കാൻ അവിടെ കിട്ടിയില്ല, ഞാൻ അത്രയും ട്രാവൽ ചെയ്ത് വരുവാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവർ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ എന്നോർത്ത് നമ്മൾ അവർക്ക് വാക്സിനേഷൻ കൊടുക്കാൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി ഒരു കൈൻഡ്നെസ് കാണിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഏത് ഏരിയയിലാണോ നിങ്ങൾ എക്സ്പീരിയൻസ്, ആ ഏരിയയിൽ വെച്ചൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടെത്തി വെക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ക്യാപ്പിൻ്റെ ടൈമിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് കിവി സ്ലാങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളെ പറ്റി നമുക്ക് ക്യാപ്പിൻ്റെ ടൈമിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കൾച്ചറും കാര്യങ്ങളുമായി കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കൾച്ചറും പുതിയൊരു കൺട്രിയിലെയും കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പോൾ ആ രീതിയിലൊരു ആൻസർ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യനാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.